അറം ഉണ്ടാവുകയാണ്. കുഞ്ഞീദ് മദനി എഴുതിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നൊരു പുസ്തകമുണ്ട്, KNM പ്രസിദ്ധീകരിച്ച. അതിൽ അദ്ദേഹം ഒരു തമാശ, ഒരു കഥ പറയുന്നുണ്ട്. അതായത് ആ തമാശ ഇന്നതാണ്. ഒരു സിദ്ധൻ്റെ കൂടെ അയാളുടെ ഒരു ശിഷ്യനും കൂടി, അവർ രണ്ടും കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു കഴുതയും ഒരു കുട്ടിയും കൂടെ ഇങ്ങനെ അവർ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ തള്ളക്കഴുതക്ക് അസുഖം വന്നു, അതവിടെ മരിച്ചു, ചത്തുപോയി. അപ്പം ശിഷ്യനോട് പറഞ്ഞു, ഈ കുട്ടി കഴുതയെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അവൻ അതിനെയും കൊണ്ടുപോയി. കുറേ കാലം കഴിഞ്ഞപ്പോഴേ ഒരു ജാറം പൊന്തിന്ന് കേട്ടു. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ശിഷ്യൻ സിദ്ധൻ അയാളുടെ കഴുത ചത്തുപോയപ്പോൾ അവിടെ അതിനെ കുറിച്ചിട്ടെടുത്ത് ചന്ദനത്തിരിയൊക്കെ കുത്തി പട്ടൊക്കെ ഇതാക്കി അവിടേക്ക് ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ആരോ പറഞ്ഞു വേറൊരു ജാറുണ്ട് അപ്പുറത്ത്. അപ്പോൾ അവിടെ ആൾ കുറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ പോയി ചോദിച്ചു. അപ്പോൾ അയാളെ ഉസ്താദാണ് അവിടെ ഉള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു, അവിടെ ആരാണുള്ളത്? അവിടെ അന്ന് നിങ്ങൾ തന്ന കഴുതൻ്റെ കുട്ടി. അപ്പോൾ ഉസ്താദ് ഇവിടെ ആരാളുള്ളത്? ഇവിടെ അതിൻ്റെ തള്ള. മനസ്സിലായി? അപ്പോൾ തള്ള ചത്തപ്പോൾ ഞാൻ അവിടെ കുഴിച്ചിട്ടു, അതൊരു ജാറമായി. കുട്ടി ചത്ത് ഇയാൾ അവിടെ കുഴിച്ചു. ഈ ജാറങ്ങളുടെ പിന്നാലെ പോയാൽ പലതിനും അഡ്രസ് പോലും ഉണ്ടാവില്ല. ഇപ്പം ഈ പറയുന്നത് അഡ്രസ് ഉണ്ട്, ചരിത്രമുണ്ട്, ആരാണെന്ന് അറിയാം, ഒക്കെ അറിയാം. എന്നാൽ നിങ്ങൾ നോക്കൂ, പലതും ആരാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെ കോഴിക്കോട്ട് തന്നെ ഒരു പ്രമുഖ ജാറം ഒരാൾ നടത്തിയിരുന്ന ആൾ ആ ജാറം വിറ്റു, പൈസക്ക് വിറ്റു, നല്ല പൈസ കിട്ടി. അപ്പോൾ ഇയാൾക്ക് വരുമാനം പോയല്ലോ. അയാൾ ബീച്ചിൽ അപ്പുറത്ത് പോയിട്ട് വേറൊരു പഴയ കബർ കണ്ടെത്തി, അത് നന്നാക്കി എടുത്തിട്ട് അത് മുടി പിടിപ്പിച്ച് ഇപ്പോൾ അവിടെയും ആൾക്കാർ വരാൻ തുടങ്ങി. നല്ലൊരു ബിസിനസ്സായി മാറുകയാണ്. ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഇപ്പോൾ ആളുകൾ പോകുന്നത്, ഹജ്ജിന് പോകുന്നത് ഇത്തരം ജാറങ്ങളിൽ പോയി ദുആ ചെയ്തിട്ടാണ് ഹജ്ജിന് പോകുന്നത്. എന്തിനാണെന്നറിയോ? മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുമ്പോൾ പ്രയാസം വരാതിരിക്കാൻ ഇവിടെ പ്രസാദിപ്പിക്കണം, ഇവിടെ നേർച്ച നേരണം, ഇതിന് പോവാണ്. അള്ളാന്റെ കഅബാലയത്തിന്റെ മുമ്പിലെത്തിയിട്ട് കഅബാലയം നോക്കിയിരിക്കുന്ന മനുഷ്യനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ശ്രോതാക്കളെ, നിങ്ങളിപ്പോൾ കേട്ടല്ലോ എന്താ പറഞ്ഞത്? കുഞ്ഞീദ് മദനി എഴുതിയ ഒരു തമാശ ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞീദ് മദനിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സൈഹ്. പറഞ്ഞത് എന്താണ്? ഒരു കഴുത ചത്ത്, അങ്ങനെ ആ ചരിത്രങ്ങൾ തന്നെ കേട്ടല്ലോ. എന്നാൽ മടവൂർ ഹുസൈനോട് ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുണ്ട്. അവരെ കേൾക്കുന്നവരെയും അവനെ ശ്രദ്ധിക്കുന്നവരെയും ഒന്ന് ചോദിക്കാനുണ്ട്. ദീന്, അള്ളാഹിൻ്റെ ദീൻ കൊണ്ട് നടക്കുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അപ്പേര് പറഞ്ഞ് നിങ്ങളാരും തൽക്കാലം കളിക്കേണ്ട. എൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഞാൻ അവസാനത്തെ പിന്നിട്ട് വരും. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അവർ നടത്തുന്നതായിരിക്കുന്ന ഏത് ജാറത്തിനാണ് തെളിവില്ലാത്തത് ഒന്ന് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നു. മടവൂർ ഹുസൈൻ എന്നവനെ ഞാൻ വെല്ലുവിളിക്കുന്നു. താങ്കളൊരു ഡോക്ടറൊക്കെ തന്നെയാണ്, വലിയ അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിയ ആളാണ്, പക്ഷേ വിവരക്കേടിനാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ താങ്കളുടെ 100 കണക്കിന് വിവരക്കേടുകൾ വെളിവാക്കാനുണ്ട്. ഇപ്പോൾ കുറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ. താങ്കൾ പറഞ്ഞ ഓരോ വാക്കുകളും വിവരക്കേടാണെന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ പണ്ട് രാഷ്ട്രീയക്കാരൻ ഡോക്ടറേറ്റ് കൊടുത്ത പോലെയുള്ളത് എന്നേ പറയാനുള്ളൂ. ഞാൻ ചോദിക്കുന്നു, ഏത് മക്ബറക്കാണ് ഞങ്ങൾക്ക് തെളിവില്ലാത്തത്? അതൊന്ന് പറഞ്ഞു തരണം. ഇന്ന മക്ബറക്ക് തെളിവില്ലെന്ന് പറഞ്ഞു തരണം. ഇനിയൊന്ന് പറയട്ടെ, കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് നടത്തിയെന്ന് പറഞ്ഞത് താങ്കൾ ഉദ്ദേശിച്ച മക്ബറ, മക്ബറ കടപ്പുറത്ത് തന്നെയാണ്. അത് CM മഹാനര് വെളിവാക്കിയതാണ്, മറന്നു പോകരുത്. അന്ന് ബ്രിട്ടീഷിൻ്റെ പട്ടാളത്തോട് കളിച്ച മഹാനാണ്. തിരൂരായിരുന്നു അവരുടെ ദേശം. അവിടെ നിന്ന് ബ്രിട്ടീഷുകാരെ കൊന്നു കളഞ്ഞതാണ്. അങ്ങനെ കൊല്ലൽ നടക്കും. അത് സ്വഹാബത്തെ ക്രാമിൻ്റെ ഇടയിൽ കണ്ടിട്ടില്ലേ? അത് നിങ്ങൾ പലതും കളിയാക്കിയാണ്. മരിച്ചതിന് ശേഷം തേനീച്ച വന്നിട്ട് കുത്തിയിട്ട് ശല്യം ചെയ്ത് ആ മയ്യത്തിനൊന്നും ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിച്ചിട്ട് മുമ്പ് ആ തേനീച്ചയ്ക്ക് പണിയൊന്നുമില്ലായിരുന്നു. അങ്ങനത്തെ വിവരക്കേടാണ് നിങ്ങളുടേത്. അല്ലാഹു തആല ഈ ഷഹീദിൻ്റെ ദർജയിലേക്ക് അങ്ങ് ഉയർത്താൻ ഒരു മുഅ്മിൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നതാണ് പലസ്തീനിൽ ഇപ്പോൾ കാണുന്നത്. അവിടുത്തെ മുഅ്മിനീങ്ങൾ ഷഹീദിനെ ആഗ്രഹിക്കുമ്പോൾ അവർക്കത് കൊടുക്കും. അതോടുകൂടെ എതിരാളികൾക്ക് അത് ശിക്ഷയുമാണ്, മറ്റുള്ള എതിരാളികൾക്കത് ദൃഷ്ടാന്തവുമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ പലസ്തീനിൽ, അതുപോലെ തന്നെ പല ഭാഗത്തും അറബ് കൺട്രിയിൽ, അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി ബോംബിട്ടു. എന്ത് തെറ്റാപ്പാവങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവരുടെ തലയിൽ കൊണ്ടുപോയി ബോംബിട്ടത്? ആരോ പറഞ്ഞുണ്ടാക്കി ഏതോ ഉസാമ മറ്റോ പേരും പറഞ്ഞിട്ടല്ലേ ഈ കളിയൊക്കെ കളിച്ചത്. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു യാഥാർത്ഥ്യമുണ്ട്. ശുഹദായിലേക്ക് ആർക്കെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഒരു മോമിൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരെ
അല്ലാഹു തആല നേരെ കൊണ്ടുപോയിട്ട് വേദി ഒരുക്കും. അതാണ് ചൂരൽമല. പിന്നെ ഇതുണ്ടായപ്പോൾ, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഞാനൊരു മഹാനോട് ചോദിച്ചു, വല്ലാത്തൊരു വേദന തന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഹാൻ തിരിച്ചെന്നോട് എടുത്തിട്ട് ഒറ്റയടിക്ക് തിരിച്ചടിച്ചതാണ്, അവർക്ക് അല്ലാഹു തആല സന്തോഷം കൊടുത്തതിന് അനക്കട്ടോ വലിയ ഛേദമെന്ന്. എന്താ കാരണം? അതിൽ നിന്ന് മരണപ്പെട്ടതായിരിക്കുന്ന ആ മോമിനീങ്ങൾ മുഴുവനും ശുഹദാക്കളാണ്. പിന്നെ മറ്റുള്ള ജീവിച്ചിരിക്കുന്ന ആളുകൾക്കല്ലേ അവർക്ക് ജീവിത സന്തോഷം ഇപ്പോൾ കിട്ടുക തന്നെ ചെയ്യും. നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ മേലെ സന്തോഷം കിട്ടുക തന്നെ ചെയ്യും. ഏതായാലും നമ്മൾ അങ്ങനത്തെ ആഗ്രഹിക്കാൻ പാടില്ല, ദുആ ചെയ്യേണ്ടത് വരാതിരിക്കാനാണ്. പക്ഷേ വരുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന്, ഇതിങ്ങനെ 3 വിഭാഗത്തിലേക്ക് 4 വിഭാഗത്തിലേക്കാണ് അത് പോകുക. എന്തോ ആവട്ടെ, ആ വിഷയം അവിടെ നിൽക്കട്ടെ, അത് വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ മഹാനര് വെളിവാക്കിയതാണ് ബദവി മഖാം എന്ന അതിൻ്റെ പേര്. അതായിരിക്കണം ഞാൻ ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുന്നു. ഏതായാലും താങ്കളോട് ചോദിക്കട്ടെ, അത് മടവൂർ മഹാനര് പിന്നെ വെളിവാക്കിയതാണ്. അതേപോലെ തന്നെ മടവൂർ മഹാനെ പറ്റി എനിക്കിപ്പോൾ പറഞ്ഞത് കഴിഞ്ഞാൽ വേറൊന്നിൽ വരുന്നു. മടവൂർ ഹുസൈൻ വന്നത് തലക്ക് വെളിവില്ലായിരുന്നു എന്നല്ലേ അല്ലേ? എന്നാ പറഞ്ഞ താങ്കൾക്കാണ് തലക്ക് വെളിവില്ലാത്തതെന്നുള്ള കാര്യം മറന്നു പോകരുത്. മഹാനര് പിന്നെ വയനാട്ടിലെ ഒണ്ടയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ പ്രദേശത്ത് ഒന്ന് പോയി അന്വേഷിച്ച് നോക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കില്ലോ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പല തെളിവും പറഞ്ഞു കൊടുത്തിട്ടും അബ്ദുല്ലാഹി ഇബ്നു സലൂൽ വിശ്വസിച്ചിട്ടില്ല, മുസ്ലിമാന്ന് പറയുകയും ചെയ്യും. അങ്ങനത്തെ നിഫാഖ് കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണ് വയലെന്ന ചരിവുള്ളത്, മറന്നു പോകരുത്. അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കുക. അതായാലും ഒണ്ടയങ്ങാടി പോയിട്ടൊന്ന് അന്വേഷിക്കുക. ബത്തേരിന്ന് അല്ല മാനന്തവാടിന്ന് കുറച്ചുകൂടി വായിച്ചാൽ മതി. ഏതോ ആവട്ടെ, അവിടെ പിന്നെ മുഴുക്കാടായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരിങ്ങനെ മടവൂർ മഹാനര് അതിലങ്ങനെ പോകണ്ടെന്ന് അറിഞ്ഞോടുകൂടി ജനങ്ങൾ കൂടിച്ചെടി. അവർക്കൊക്കെ അറിയാം മഹാനരെ പറ്റിയിട്ട്. താങ്കൾക്ക് തിരിയാത്തതിന് കാര്യമില്ല, താങ്കൾ കേട്ടിട്ടില്ലാത്തതിന് വിഷയമൊന്നുമല്ല. അങ്ങനെ കൂടെ പോയിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഒണ്ടയങ്ങാടി ആ ഏരിയയിലാട്ടെത്തിയപ്പം മുഴുകാട്, ആനർക്കുന്ന കാട്, പകല് പോലും ആനർക്കുന്ന കാട്ടിൽ ഇവിടെ പറഞ്ഞ് ഇവിടെ കുറച്ച് മഹാന്മാർ ഉണ്ട്, അതിനെക്കൊണ്ട് ഇവിടെ ജാറുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു ഇവിടെ അങ്ങനെ അവിടുത്തെ പഴമക്കാരാണല്ലോ. ഇപ്പോൾ അന്നേത്തെ പഴമക്കാരാണ്. സൈഫുനാനെ കാണാൻ മുമ്പ്, എത്രയോ മുമ്പുള്ള അക്കാലത്ത് 10-60 വയസ്സുള്ള ആളുകളാണ് സൈഫുനാൻ്റെ കൂടെ അങ്ങനെ അന്ന് നടന്നത്. അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു പിന്നെ ഖബറുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും തെളിവില്ല. ഉടനെ ചോദിച്ചു തെളിവില്ല എന്ന് ചോദിച്ചു. തെളിവില്ല, ഇവിടെ അങ്ങനെ ഞങ്ങൾക്കാർക്കും അറിയില്ല. എന്നാൽ കൈക്കോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കൈക്കോട്ട് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അടയാളപ്പെടുത്തി കൊടുത്തു, ഇവിടെ മണ്ണ് ഒഴിവാക്കുക. മണ്ണ് ഒഴിവാക്കി വെക്കണവരെ ശരിക്കും പഴയ കാലത്തുള്ള ആ ഖബറുണ്ടാക്കി വെച്ചതും അതിൻ്റെ എല്ലാ അടയാളങ്ങളും അതിൻ്റെ മുകളിൽ കിടക്കുന്നു. എന്നതിന് ശേഷം പറഞ്ഞു കൊടുത്ത് ഇന്ന ആളാണിത്, ഇന്ന കാലത്ത് വന്നതാണ്, ഇന്ന ആ രൂപമാണ്. ആ തൊട്ടപ്പുറത്ത് പറഞ്ഞു കൊടുത്ത് അവരുടെ ഭാര്യയാണത്. അങ്ങനെ തുടങ്ങിയിട്ട് തീർത്തങ്ങ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവിടെ മക്ബറ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇന്നവിടെ നേരിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ ഉറൂസുകൾ നടക്കാറുണ്ട്. അത് നടത്താൻ വേണ്ടി പറഞ്ഞ മഹാനരാണ്. അതുപോലെ തന്നെ താത്തൂര് ആ പള്ളീൻ്റെ മുന്നിൽ ഒരൊറ്റ ജാറുണ്ടായിരുന്നു, ചെറുത്. അത്രയൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അവിടെ ആൾക്കാർ പോവാറുണ്ട്, ആൾക്കാർ പോയിട്ട് സിയാറത്ത് ചെയ്യാറുണ്ട്, അവരോട് ദുആ ചെയ്യാറുമുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഏകോദര സഹോദരന്മാരാണ് മുഅ്മിനീങ്ങൾ, അത് വിധേയികൾ പെടൂല, അവർ എതിരാളികൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഖബറിൻ്റെ അടുത്തൊക്കെ ആൾക്കാർ പോവാറുണ്ട്. ഏതോ ആവട്ടെ, അവിടെ സേഫനെ സിയാറത്ത് ചെയ്തിട്ട് പറഞ്ഞത് ഇവിടെ ഒന്നൊന്നല്ല ഉള്ളത്, 25 ഉണ്ടെന്നോ 24 ഉണ്ട് എന്നിട്ടാണ് അവർ പറഞ്ഞിട്ട്. അന്ന് ആ ഒന്നേ തിരിയുള്ളൂ. ഞാൻ കണ്ടെന്ന് ഞാൻ ചെറുപ്പത്തിൽ പോയന്ന് അവിടെ ഒന്നേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് ഇവിടെ ചവിട്ടരുത് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വേറൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ച അവിടെയുള്ള ചെറുപ്പമാണെങ്കിലും ഞാൻ കൂടെ പോയവരോട് ചോദിച്ചാൽ എന്താ അങ്ങനെയാണ്. അത് പള്ളി കുറച്ചുകൂടി വലിപ്പം വെപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെടുത്തതായിരുന്നു, കുഴിയെടുത്തതായിരുന്നു. അങ്ങനെ കള കയറിയപ്പം കാല് കണ്ടതോടുകൂടി പെട്ടെന്ന് ഉസ്താദിനെ വിളിച്ച് ഉസ്താദ് വന്ന് നോക്കി, പെട്ടെന്ന് മൂടണം, അത് ശ്രോതാക്കളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അത് പച്ചയിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുക, മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ സേവന പറഞ്ഞു. പിന്നീടാണ് ഓരോ വർക്ക് നടക്കണാരോ, പള്ളിയുടെ ആവശ്യമായിട്ട് വർക്ക് നടക്കണാരോ ഓരോന്നും വെളിവായോ. അങ്ങനെ പോയി ഖബറിൻ്റെ ഒരു അടയാളം കാണുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്ന സമയത്ത് പിന്നെ അവർ അവിടെ ജാറും ഉണ്ടാക്കും. അങ്ങനെയാണ് താത്തൂർ ഇപ്പോൾ 20-22 ശരിക്ക് ഓൾറെഡി വെളിവായി കിടക്കുന്നത് തന്നെ ഉണ്ട്. അന്നത്തെ കുരിക്കുകളുള്ള ഇന്ന സ്ഥലത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്, ഉസ്താദുള്ള ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും വ്യക്തമായിട്ട് വെളിവാക്കി കൊടുത്തു. അതൊക്കെ ലെൻസ് അല്ലാഹു തആല തരുന്ന ലെൻസ് വെറും ഭൂമി നോക്കുന്ന മറ്റേ ലെൻസ് മാത്രമല്ല, അത് ആ കഴിവ് മനുഷ്യന്മാർക്കും കൊടുക്കാനുള്ള കഴിവ് അള്ളാഹ്ക്കുണ്ട് കേട്ടോ. അതിനേക്കാണ് വലിയത് ആ സേഫനാക്ക് കൊടുത്തത്. ഇവിടുന്ന് നോക്കിയിട്ട് ചന്ദ്രനിലുള്ളതും ഒക്കെ പറയുന്നുണ്ടല്ലോ. ആ ലെൻസിന് കഴിവ് കൊടുത്തവൻ അള്ളയാണ്.
ഈ കഴിവ് ഒരു മനുഷ്യന് കൊടുക്കാനും അള്ളാഹ്ക്ക് കഴിവുണ്ട്. മുജാഹിദിന്റെ വിശ്വാസപ്രകാരം അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു കഴിവില്ല. മുജാഹിദിന്റെ വിശ്വാസപ്രകാരം അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു കഴിവില്ലേ ഇല്ല. അതുകൊണ്ടാണ് ഇവർ നിഷേധിച്ചു കൊണ്ട് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നതിൻ്റെ പൂർണ്ണ തെളിവാണ് അത്. ഈ കാണുന്ന സംവിധാനങ്ങൾക്കൊക്കെ കഴിവ് നൽകിയവൻ അള്ളയാണ്. നമ്മുടെ വയറ്റിലിറങ്ങിയ ഭക്ഷണത്തിൻ്റെ അതിൻ്റെ എല്ലാ ഘടകങ്ങളും എടുത്ത് ശരീരത്തിന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടി സംവിധാനിച്ചത് അള്ളയാണ്. ആ കഴിവ് കൊടുക്കുന്നവൻ അള്ളയാണ്. ഞാൻ ഭക്ഷിക്കുന്നത് കണ്ട് ഞാൻ തിന്നിട്ട് അത് ആരോഗ്യം ഉണ്ടാകുന്ന പറയേണ്ട, ആരോഗ്യം കൊടുത്തവൻ അള്ളയാണ്. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ പിന്നെ ഒരു യുദ്ധത്തിൽ ഖൈബർ യുദ്ധത്തിൽ വെച്ചിട്ട് കാണിച്ചു കൊടുത്തത്. 3 ദിവസം സുഖമില്ലാതെ കടന്നിട്ട് പച്ച വെള്ളം കൂടി ഇറക്കാത്ത ആ മനുഷ്യനാ പോയിട്ട് മറ്റേ എതിരാളികൾ ഒന്നായിട്ടായിട്ട് മറ്റേ പരത്തിക്കാൻ. അപ്പോൾ അതെന്താ അറിയാം, അന്നേരം മുത്തനബി തങ്ങളോട് പറഞ്ഞിരുന്നു, അരി ഇങ്ങനെയൊക്കെ പോയിട്ട് പടയെങ്കിൽ പോലും ഇല്ല, എൻ്റെ അരിക്ക് അള്ളാഹു തആല കഴിവ് കൊടുക്കേണ്ട റബ്ബ് കഴിവ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് കാണിച്ചാണ്. അപ്പോൾ അള്ളയാണ് ഇതൊക്കെ തരുന്നത്. സബബ് മാത്രമാണ് ഭക്ഷണം, സബബ് മാത്രമാണ് മരുന്ന്, സബബ് മാത്രമാണ് മറ്റെല്ലാ ദുആകളും. എല്ലാം സബബാണ്. സുഖപ്പെടുത്തുന്നവൻ അള്ളയാണ്, ആരോഗ്യം കൊടുക്കുന്നവൻ അള്ളയാണ്. സബബ് മാത്രം, ഭൗതിക സബബുകൾ മാത്രമാണ്. അങ്ങനെ ഭൗതിക സബബിലൂടെ ഇതെല്ലാം നടത്തുള്ളൂ. ഏതാട്ടെ, ആ വിഷയം നമുക്ക് പിന്നെ പറയാം. ഇനി ഹുസൈൻ മടവൂർ എന്ന വലിയ ആളോട് എനിക്ക് ചെറിയ ചോദ്യം ചോദിക്കാണ്ട്. തെളിവില്ലെന്ന് പറഞ്ഞല്ലോ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ജാറുണ്ട് പാടം. നിങ്ങളതില്ല എന്ന് ഒരുപാട് കാലം പറഞ്ഞിറങ്ങി അത് ജനങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വിശാലമായിട്ടും ഇങ്ങോട്ട് അങ്ങനെ തന്നെ തെറ്റിദ്ധരിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആടുന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ ഫഹദ് രാജാവുള്ള കാലത്ത് ഒരു രാജാവ് വന്നു. ഏതായിരുന്നു ഇതിൻ്റെ മലേഷ്യൻ്റെ മറ്റോ രാജാവ് വന്നപ്പോൾ ജാറത്തിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്ത് ജിദ്ദയിൽ നടക്കുന്ന അറബി പത്രത്തിലെ ഇതിൻ്റെ ഫോട്ടോ വന്നു. ആ ഫോട്ടോ ആണ് ഇപ്പം യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നമ്മളെല്ലാവരും ചുമരമ തൂക്കുന്ന ഒരു ജാറുണ്ടല്ലോ, അത് അന്നെടുത്ത് ജിദ്ദയിൽ നിന്നുള്ള പത്രം ഇറക്കിയതാണ്. ഒന്ന്. രണ്ടാമത്തത് ഫഹദ് രാജാവിന് ശേഷം അബ്ദുള്ള രാജാവാണോ സംശയമുണ്ട്. ആ സമയത്ത് വേറെ ഏതോ രാജ്യത്തിൻ്റെ ഒരു രാജാവ് വന്നപ്പോൾ ആ രാജാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തുമേൽ കാട്ട് കരഞ്ഞ് വീഴുന്ന ചിത്രം, കരഞ്ഞാട്ട് വീഴുന്ന വീഡിയോ അങ്ങോട്ട് ഇറക്കിയത്. ഇതെന്തേ കാരണം? ഇത് ഓലാരും കാരണം കൊണ്ടല്ല. ഇവിടെ അനാവശ്യം പ്രചരിപ്പിക്കുന്നുണ്ട് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ. വൈലെന്ന ചെരുവിലേക്ക് പോകേണ്ടവരിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അതല്ല മക്കളെ, ഹക്ക് ഇന്നതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് ലോകത്തോട്. ഇത് തന്നെയാണ് അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ മുത്തുനബി തങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ ഒട്ടകം എവിടെ പോയി, മുനാഫിക്കീങ്ങൾ പറഞ്ഞു കേട്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങൾ ഒരു എൻ്റെ ഒട്ടകം എവിടെ പോയതെന്ന് എൻ്റെ റബ്ബ് കാണിച്ചിരുന്നു പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുത്തത്. അപ്പം അങ്ങനത്തെ തെറ്റിദ്ധാരണ പറ്റുന്ന സന്ദർഭം വരുമ്പോൾ അത് പരമ്പരമായിട്ട് ഇങ്ങോട്ട് ഒതുക്കലാണ് ഈ സംവിധാനങ്ങൾ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടപ്പുറത്തൊരു ജാറമുണ്ട്, അതും ജാറമായിട്ട് തന്നെയാണ്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ര പവറിലല്ല, എകർത്തിലും അല്ല. അത് സാധാരണ മോമിനീങ്ങൾ ചെയ്യുന്നതാണ്. അവിടത്തേക്കാണ് മേലെ പോകാൻ പറ്റൂല. അങ്ങനെ തന്നെ നേരെ അപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടേതാണ്. ഞാൻ ചോദിച്ചേട്ടയോ മടവൂർ ഹുസൈനെ, അത് വ്യാജമാണോ, തെളിവില്ലാത്തതാണോ? ഇനി ഒന്ന്. രണ്ടാമത്തത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഒന്നുണ്ട്. ഏതാണത്? ജന്നത്തുൽ ബഖീൽ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജാറമുണ്ട്. ഇത് തെളിവില്ലാത്തതാണോ? അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജാറമുണ്ട്. അത് തെളിവില്ലാത്തതാണോ? അങ്ങനെ തുടങ്ങിയിട്ട് യമനിലേക്ക് വന്നാൽ അവിടെ ജാറങ്ങളുണ്ട്, സഹാബത്തെ ഇക്റാമിൻ്റെ ജാറമുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് വന്നാൽ സിറിയയിൽ വന്നാൽ ഒറിജിനൽ സാക്ഷാൽ ഇബ്നു തൈമിയ്യൻ്റെ കെട്ടിവെച്ചിരിക്കുന്നു. ഞങ്ങളതിനെ വിശ്വസിക്കില്ല എന്നത്രോ. സംഗതിയോ ഒറ്റ തന്നെയാണ്, അത് വേറെ വിഷയം. ഞങ്ങളത് വിശ്വസിക്കില്ല. എൻ്റെ നേതാവാണ്, അതും കൂടി കെട്ടിവെച്ചെന്നാൽ അതെങ്കിലും ഒന്ന് പൊളിക്കാൻ പറഞ്ഞിട്ട് പോരാ, അതിനൊന്നും തെളിവില്ല എന്ന് പറയൽ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ തന്നാൽ അങ്ങനെ അങ്ങേപ്പുറത്തേക്ക് വന്നാൽ മിസ്റിൽ പോയാൽ ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടേതുണ്ട്. അതുപോലെ തന്നെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജാറം മറ്റൊരു സ്ഥലത്തുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ജാറത്തിൻ്റെ ഒരു കളി തന്നെയാണ്. എവിടെ ജാറമില്ലാത്ത ഇതൊക്കെ തെളിവില്ലാത്തതാണോ? ഇനിയും വർദ്ധിക്കുക തന്നെ ചെയ്യും. അള്ളാഹ് എന്ന വാക്ക് പറയാൻ ആളില്ലാത്തൊരു ഘട്ടം വരും. അതായത് ആ കാലഘട്ടത്തിൻ്റെ ഖുതുബ് ഇല്ലാതാകുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് വരാനുള്ളത്. ആ ഖുതുബ് വരുന്നിടത്തോളം കാലം, ഖുതുബീങ്ങൾ ഉണ്ടാകുന്നിടത്തോളം കാലം ജാറങ്ങളും എണ്ണം കൂടി കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ്. നീ പറഞ്ഞാൽ ഇതിന് തെളിവുണ്ട് എന്ന്. ഇനിയും വരും കേട്ടോ, ഇനി ജാറങ്ങളൊക്കെ വരും, പേടിച്ചണ്ട. പിന്നെ അപ്പുറത്ത് വേറെ ജാറം വന്നതിനെ നീ കളിയാക്കിയിട്ടുണ്ട്. ഒരു അഡ്രസ്സും ഇല്ല, തെളിവില്ല എന്നുള്ളതിന് ഒന്ന് പറഞ്ഞതാണ്. ഏത്? ഓച്ചിറപ്പാപ്പനെ പോയിട്ട് അന്വേഷിച്ച് വന്ന മുജാഹിദ് എന്ന് പറഞ്ഞത് പേരോട് ഉസ്താദ് അന്ന് തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കളവ് പറഞ്ഞിട്ട് മത്സരം കൊടുത്തിനും പോയി റെക്സോണ സോപ്പങ്ങ് കൊടുക്കുന്ന ആളുകൾക്ക് എന്താവില്ലെന്നറിയോ? ഇതൊന്നും ഒരിക്കലും ഈ കളവ് ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക എന്നതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചില്ലറൊന്നും പറഞ്ഞാലില്ല. ഇനി സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ വക
കളവുകൾ പറഞ്ഞിട്ടും ആളെ പറ്റിക്കുന്ന നിങ്ങൾ അവരെ വഞ്ചിക്കുകയാണ്. സക്കാത്ത് കണ്ട് അവർ നിങ്ങളോട് വാങ്ങുന്നു, നിങ്ങളെ സമ്പത്തിൽ നിന്നുള്ള സക്കാത്താണ് നിങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ സക്കാത്ത് കൊടുക്കേണ്ട അതിനേക്കാണ് നിങ്ങളെക്കാണ് പവറുള്ള ആളുകൾ അത് ഓരിയച്ച് വാങ്ങുകയാണ്. ബാക്കി ബാങ്കിലിടുകയാണ്. ബാങ്കിലിടാൻ പാടില്ല. സക്കാത്ത് ഫണ്ട് അതിൻ്റെ അവകാശികൾക്ക് കൊടുത്തുകൊള്ളണം. അവർ ഓരിയച്ച് പിന്നെ അവർക്ക് വേറെന്തോ ഒരു പദ്ധതി പറഞ്ഞിട്ട് വാങ്ങാനാണ്. നിങ്ങൾ ഇവരുടെ ചതിയിൽപ്പെട്ടിട്ട് അവരുമായിട്ട് നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അതിന് നിൽക്കണ്ട. അതിനുള്ള ഒരുപാട് പറഞ്ഞു തരാം. പിന്നെ ഇവിടെ 65 ലക്ഷത്തോളം കുടുംബത്തിന് കാന്തപുരം ഉസ്താദിൻ്റെ വിഭാഗം മാത്രം ഇന്ന് നിത്യശാന്തി കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ EK വിഭാഗത്തിൻ്റെ ആൾക്കാരും ഇന്ന് കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പലതും. അങ്ങനെ തുടങ്ങിയിട്ട് സുന്നത്തമായിട്ട് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് പല സ്ഥലത്തും സലാത്തും ദിക്റുമൊക്കെ ആ ഏരിയയിലുള്ള ആളുകൾക്ക് അന്നം കൊടുക്കുന്നു, സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മടവൂരിൽ തന്നെ മടവൂർ മക്കാമിൻ്റെ വകണ്ട്, CM സെൻറ്ററിൻ്റെ വകണ്ട്, ചിത്തടി മീത്തൽ വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ 20ഓളം സ്ഥലങ്ങളിൽ ഇത് നടക്കുകയാണ്. ആ സമയത്തൊക്കെ അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്താണ് നമ്മുടെ കൈകളെത്താത്ത സാന്ത്വനത്തിൻ്റെ കൈകളെത്താത്ത ഏരിയ ഏതാണ്? ഇത്തോതിൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത് വയത് പറഞ്ഞിട്ടും അതുപോലെ തന്നെ മഹാന്മാരുടെ മക്കപ്പറയിൽ നിന്ന് കിട്ടുന്ന വീതങ്ങളും അതുപോലെ തന്നെ സലാത്ത് സംഘടിപ്പിച്ചിട്ടുമൊക്കെ. എന്നാൽ 985-ലോ 87-ലോ ആണെന്നാ തോന്നുന്നത് അന്നത്തെ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ ചരിത്രമുണ്ട്. ഇന്ത്യ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ഡൊണേഷനായിട്ട് സമ്പത്ത് വരുന്നത് മുജാഹിദ് വിഭാഗത്തിനാണെന്ന് അന്ന് പറഞ്ഞ് അന്ന് വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പല മുജാഹിദിനോട് പറയാറുണ്ടായിരുന്നു. ഡൊണേഷൻ വന്നത് നിങ്ങളെ സമ്പത്ത് എവിടെ പോയി? നിങ്ങൾക്ക് സ്വന്തം പേരിൽ ബിൽഡിങ്ങുകൾ പൊന്തൽ തുടങ്ങി. പിന്നെ മടവൂർ ഹുസൈൻ വലിയ ആളായിട്ട് നിന്നതിൻ്റെ പേരിൽ ജാഹിലാത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഫണ്ട്, പള്ളി ഉണ്ടാക്കാനുള്ള ഫണ്ട് കിട്ടുന്നത് കൊണ്ടുവന്ന് ഒരു മുനാരവും വെക്കും. അടിയിൽ വർക്ക്ഷോപ്പായിരിക്കും, അല്ല കച്ചവടപ്പീടിയായിരിക്കും, ഒക്കെ ആയിരിക്കും. അങ്ങനെയല്ലേ പഠനത്തൊന്ന് വന്ന് നോക്കിച്ചാളാം. നിങ്ങൾ ഏത് സ്ഥാപനത്തിനാണ് അങ്ങനെ കച്ചവടപ്പീടിയ പള്ളിൻ്റെ അടിയിൽ കച്ചവടപ്പീടിയ വെക്കാത്തത്? അല്ലേ പള്ളി അടിയിലാണ്, മുകളിലെ കച്ചവടപ്പീടിയൊക്കെ ചാൻസ് വെച്ചാൽ പള്ളി അടിയിൽ കാണാൻ, അടിയിൽ പള്ളി മുകളിൽ കച്ചവടപ്പീടിയായി. ഇങ്ങനെയല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നത്? മുകളിലൊരു മുനാരവും. എന്തോ ആവട്ടെ, നമ്മൾക്ക് കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നിങ്ങളെ സമ്പത്ത് നിങ്ങൾ തിന്നുന്നു. മുജാഹിദിൻ്റെ ഒരുത്തന്നെ ഒരു നേതാവായി കഴിഞ്ഞാൽ അവന് കണക്കില്ലാത്ത കോടികൾ ഇന്ന് ബാങ്കിലും അതുപോലെ തന്നെ സ്ഥലങ്ങളും സ്ഥാപനങ്ങളുമായിട്ട് കിടക്കുകയാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരോ സാധാരണ പ്രവർത്തകരോ യാചിച്ച് സാധുക്കളായ ആളുകളുടെ വയറ്റിലേക്ക് ഭക്ഷണം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മറന്നു പോകരുത്. പിന്നെ എനിക്ക് എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ഇവന്മാരുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് പോകരുത്. കാരണം നിസ്കാരം അവർ ഫസാദാക്കി. നിസ്കാരത്തിൻ്റെ ഫർള് കുഞ്ഞീതി മദനി കുഞ്ഞീതി മദനിയല്ല മറ്റേ പറഞ്ഞ് കുഞ്ഞീതി മദനി വേറെയും പറഞ്ഞിട്ടുണ്ട്. പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് നിസ്കാരത്തിൻ്റെ ഫർള് സമയത്ത് പഴയ കാലത്ത് 14 ഫർള് നിസ്കാരത്തിൻ്റെ ഫർള്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ 9, പിന്നെ 8, പിന്നെ 10, പിന്നെ 11, പിന്നെ 10. ഈ ഏറ്റക്കുറച്ചിൽ വന്നാൽ നിസ്കാരത്തിൻ്റെ ഫർള് സ്ഥിരപ്പെടാൻ ചിലപ്പോൾ നിസ്കാരം ഉണ്ടോ? സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് അതാണ്. നിസ്കാരത്തിൻ്റെ ഫർള് കുറച്ച് തുറന്നതായിട്ട് ഏതായാലും ഹുസൈൻ മടവൂര് തുടങ്ങിയ സൃഷ്ടി നമുക്ക് അവൻ്റെ കയറോഫിലൂടെ തന്നെ അത് പറയാലോ. അതേപോലെ തന്നെ നോമ്പുകാരന് ഭക്ഷണം കഴിക്കേണ്ടത് ഫജർ സാദിക്ക് ഒഴിവാതിൻ്റെ മുമ്പെയാണെന്ന് സ്വഹാബത്തെ ക്രാമ് കാണിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ ക്രാമ് കാണിച്ചു തന്നു. അതനുസരിച്ചിട്ട് 980 വരെ അങ്ങനെ. പിന്നെ വെളിപാട് മാറി പിശാച് വന്ന് പറഞ്ഞോടത്ത് നിങ്ങൾ നോമ്പും കൂടി ഒന്ന് ഫസാദാക്കണം. ബാങ്ക് കൊടുത്താൽ പാത്രം താഴെ വെക്കേണ്ടതില്ല. ഏതാണെന്ന് കൊല്ലം ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ തോനെ പറയണം. ഇതിലിപ്പോൾ എനിക്ക് അതിന് ടൈം കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ നിർത്തിക്കാതെ ഞാൻ പിന്നെ വിശദീകരിക്കാൻ വേണ്ടി വന്നാൽ ഞാൻ വേറൊന്ന് വിശദീകരിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നീട് എന്തായി ബാങ്ക് കൊടുത്താലും പാത്രം താഴെ വെക്കേണ്ടതില്ല. അത് വേറൊരു സ്ഥലം വിശദീകരിക്കണം. അതൊക്കെ എടുത്ത് നോക്കിയാൽ ആർക്കും കിട്ടുക. കേസറ്റ് ആരോട് ചോദിച്ചാൽ കിട്ടുക തന്നെ ചെയ്യും. എന്താട്ടെ. പിന്നെ അതുപോലെ തന്നെ ആവും കഴിഞ്ഞപ്പോൾ പറയണം എന്താ അറിയോ, ഇഖാമത്ത് കൊടുത്തിട്ടും പിന്നെയും കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞ ഭക്ഷണം കഴിച്ചോളാം. ഏടത്തിപ്പോയി നോമ്പ് ഫസാദാക്കിയോ? ഹജ്ജ് തീരെ ഫസാദാക്കി. അതും കൂടി ഇനിയിപ്പോൾ വിശദീകരിക്കാനില്ല, സമയമില്ല. അവർ ഫസാദാക്കാത്ത മേഖല ഏതാണ്? അവരുടെ കേട്ട് നിങ്ങൾ വിശ്വസിച്ച് ജീവിച്ച് പോയാൽ നിങ്ങൾക്ക് നരകം തൊടൽ നിർബന്ധമാവും കേട്ടോ. അവൻ്റെ സർക്കിൾ പെട്ടുപോകേണ്ട, അവരുടെ സർക്കിൾ പെട്ടുപോകേണ്ട. അവർ വലിയ മുന്തിയ ആളുകളായിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ നാവുണ്ട്. പക്ഷേ ചതിയാണ് ഇതിൻ്റെ ബാക്കിലെന്ന് മറന്നു പോകരുത്. ഒരു പേര് കൊണ്ട് തന്നെ അമുസ്ലിം സുഹൃത്തുക്കളായ ഹിന്ദുക്കളോ മറ്റാളുകളോ നമ്മൾ ഇന്നലക്ക് ആക്രമിക്കുന്നില്ല, വിശ്വാസം തകർക്കുന്നില്ല. വിശ്വാസം തകർക്കുന്നത് ഈ വർഗമാണ്. അവരുടെ വലയിൽ നിങ്ങളാരും പെട്ടുപോകരുത്, അപകടം വരുമെന്ന് മാത്രം ഉണർത്തി തൽക്കാലം നിർത്തുന്നു. ഇനിയും പറയാനുണ്ട്. അടുത്തതായിട്ട് വീണ്ടും അടുത്തത് ഞാൻ പറയും. ഇൻഷാ അല്ലാഹ് നിർത്തട്ടെ.